നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലാണ് ഓരോ വോട്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പം നമ്മോടൊപ്പം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഉണ്ട്. എങ്ങനെയുണ്ട് ഈ അവസാന നിമിഷത്തിലെ ഒരു പ്രതീക്ഷ? കാരണം ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇപ്പം പരസ്യ പ്രചരണം അവസാനിച്ചു. അപ്പൊ ഇന്നേക്ക് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികളെ അതേപോലെ തന്നെ ചില സ്ഥാപനങ്ങളിൽ ചെല്ലാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നിർദ്ദേശം പറഞ്ഞ കുറച്ച് സ്ഥലങ്ങൾ കൂടി കവർ ചെയ്യാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഒരു പൂർണ്ണമായിട്ടും UDF തീരുമാനിച്ച ഒരു സ്ട്രക്ചർ പൂർത്തിയാവും. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ? കാരണം ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചേലക്കരയിലെ ഒരു മാറ്റം. അത് ഇന്നലെ ഇപ്പം ചേലക്കരയിലെ കൊട്ടിക്കലാശം നടന്നതിന് ശേഷം അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആ വ്യാപാരി സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി ഞങ്ങൾ വൈകിട്ട് കയറുന്ന സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്ന അവിടെ പങ്കെടുക്കാൻ വന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയൊക്കെ അരികിൽ ചെല്ലുമ്പോഴും അവരൊക്കെ പറയുന്നത് ഒരു വിജയാശംസയാണ് പറയുന്നത്. അപ്പൊ നമുക്കത് കേൾക്കുമ്പം നമുക്കൊരു വലിയ സന്തോഷമാണ്. ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പ്രചരണം നടത്തിയത്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, ചേലക്കരയിലെ ജനങ്ങളാണല്ലോ ഈ തീരുമാനം എടുക്കേണ്ടതും. ചേലക്കരയിലെ ജനങ്ങളുടെ വിരൽത്തുമ്പിലാണ് ആ വോട്ടവകാശം ഇരിക്കുന്നത്. അപ്പം കഴിഞ്ഞൊരു 6 വർഷക്കാലമായിട്ട് എന്നെ അറിയാവുന്ന ചേലക്കരക്കാരാണ്. ചേലക്കരക്കാർ എന്നെ കൈവിടില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് എക്കാലത്തും ഒരു 28 വർഷമായിട്ട് ഇടതുപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നത്. ഇത്തവണ അതിലൊരു കൺസൾട്ടേഷൻ ഉണ്ടാകുമോ? അത് ഇത്തവണ UDFന് അനുകൂലമായി വരുമോ എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു മതേതരത്വത്തിൽ മുറുകെ പിടിച്ച് എല്ലാ ആളുകളോടും ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ നാളിതുവരെ പാലിച്ചു വന്നതും എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരെയും എല്ലാ വിശ്വാസങ്ങളെയും അല്ലെങ്കിൽ അവരുടെ അവർ നടത്തുന്ന പരിപാടികളെയും ഒക്കെ ചേർത്ത് നിർത്തുന്നത് അതൊക്കെ ഓരോ ആളുകളുടെയും അതിന്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് അപ്പൊ അവരെല്ലാവരെയും ചേർത്ത് നിർത്തണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും പിന്തുണ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളുടെ അരികിലും നമ്മൾ വോട്ട് ചോദിക്കാൻ എത്തുന്നുണ്ട്. അതിപ്പോൾ ഒരു സെന്ററിൽ കാണുന്ന ആളുകളാണെങ്കിലും ഒരു തൊഴിലിടപ്പ് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറുമ്പോൾ പോലും നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുകയും അവരെ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ നമുക്ക് കിട്ടും. ഈ അവസാന ദിവസങ്ങളിൽ ഈ ജാതി രാഷ്ട്രീയം അടക്കം വലിയ രീതിയിൽ പ്രചരണ വിഷയമാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല നേതാക്കളൊക്കെ പറയുകയും ചെയ്തു. ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? കാരണം ചേലക്കരയിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളത് അതിന്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും എല്ലാം അറിയുന്നവരാണ് ചേലക്കരക്കാര്. അപ്പൊ അതുകൊണ്ട് ചേലക്കരക്കാർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നതും വരുന്നതും എല്ലാം. ഇപ്പം തന്നെ അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കുക. അതായത് അല്പസമയത്തിന് മുമ്പ് ഞങ്ങൾ LDF സ്ഥാനാർത്ഥി UR പ്രദീപുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് 30,000-ന് മുകളിലധികം ഭൂരിപക്ഷം ഇത്തവണ നേടും. അത്രയും ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രവർത്തനം അത് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി ഉള്ളത്. ഞാൻ പറയുന്നത് ന്യൂസ് 18 കൊണ്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും ഞങ്ങൾ വിജയിക്കാൻ പോകുന്നതെന്ന്. ജനങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ ജനങ്ങളുടെ മനസ്സിൽ നിന്നുള്ള വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ ചെയ്യുവാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കും പ്രവചിക്കാം ഞങ്ങളുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ളത്. തീർച്ചയായും എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഉള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 ചേലക്കര.